എന്തും ഏത് തരത്തിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സന്ദർഭമാണ്. നമ്മളത് ചെറുതായി കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ ആ കാര്യങ്ങൾ കൂടി ചിന്തിക്കേണ്ടത്. അതാണ് എനിക്ക് മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളോട് പറയാറുള്ളത്. എഐയുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ആൾ ആർക്ക് വോട്ട് ചെയ്യുന്നു എന്ന് പോലും പുറത്തു വരാനുള്ള അവസരമുണ്ട്. എഐയുടെ കാലഘട്ടം അതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും ഇതിൽ ഉണ്ടായിട്ടുള്ള മാനിപ്പുലേഷൻസ് ഏതൊക്കെ തരത്തിൽ വന്നിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊക്കെ ഒരു അന്വേഷണം, സമഗ്രമായ അന്വേഷണം നടക്കണം. ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു, അതിനുശേഷം വേറെ ഒന്നും ഇല്ലല്ലോ ഇപ്പോഴും. ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടോ? ഉള്ളതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇല്ല, അതിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം എന്താണെന്ന് വെച്ചാൽ, പാർട്ടി എടുക്കുന്ന തീരുമാനത്തിന് അത് എത്ര കാലം ഉണ്ടാകണം, എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് ഇതുപോലെ ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടിയിരുന്ന് ആലോചിച്ചുകൊണ്ട് അത് തീരുമാനങ്ങൾ കൈക്കൊള്ളും. ഗർഭചിത്രത്തിന് നിർബന്ധിച്ചെന്ന ഓഡിയോ സന്ദേശത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കാൻ AI സാധ്യത പ്രയോജനപ്പെടുത്തിയായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശിന്റെ ന്യായീകരണം. എന്നാൽ നിർമ്മിച്ചെടുത്തതല്ലെന്നും ഒന്നല്ല 2 യുവതികൾ ഗർഭഛിദ്രം നടത്തിയെന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം സ്ഥിരീകരിക്കുന്നത്. പരാതി നൽകാതിരിക്കാൻ 2 യുവതികൾക്കും മേൽ ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. ഗർഭഛിദ്രം നടത്തിയതടക്കമുള്ള ആശുപത്രി രേഖകൾ അടക്കം ഇന്റലിജൻസ് ശേഖരിച്ചു. രാഹുലിനെതിരെ ഇനിയും പരാതികൾ ഉയരുമെന്ന് മനസ്സിലാക്കിയാണ് കടുത്ത നടപടിയിലേക്ക് കോൺഗ്രസ് നീങ്ങിയത്. എടുത്ത നടപടിയുടെ തിളക്കം പോലും കളയുന്നതായിരുന്നു ന്യായീകരണ നേതാക്കന്മാരുടെ വെളുപ്പിക്കൽ. ഇതിനെതിരെ കോൺഗ്രസിൽ ശക്തമായ ചേരിതിരിവ് രൂപപ്പെട്ടിരിക്കുന്നു. രാഹുലിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമായി ചേരി. രാഹുലിന് വേണ്ടി സതീശനോട് തെറ്റി എതിർചേരിയിലാണ് ഷാഫി പറമ്പിൽ. രാഹുലിനെതിരെ നിലപാട് കടുപ്പിച്ചും നിലവിലെ സാഹചര്യം അവസരമാക്കി മാറ്റാനും രമേശ് ചെന്നിത്തല ശ്രമം നടത്തുമ്പോൾ KC വേണുഗോപാൽ വിഭാഗവും പാർട്ടിയിൽ സ്വാധീനമുറപ്പിക്കാനുള്ള നീക്കം സജീവമാക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ രാഹുലിനെ ചൊല്ലി തല്ലിപ്പിരിയുമോ കോൺഗ്രസ്? നേതാക്കളെ നയിക്കുന്നത് ധാർമ്മികതയോ സ്വന്തം താൽപര്യങ്ങളോ? ഈ വിഷയമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. എനിക്കൊപ്പം ഈ ചർച്ചയിൽ ശ്രീ B. റെജി, കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ, ശ്രീ ഷാബു പ്രസാദ്, BJP സഹയാത്രികൻ, ഒപ്പം തന്നെ AK ഷാനിബ്, DYFI പ്രതിനിധി എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കും. അതിനു മുൻപ് ഇന്ന് ഈ വാർത്ത, കോൺഗ്രസിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അന്തഛിദ്രങ്ങൾ സംബന്ധിച്ചുള്ള വാർത്ത ന്യൂസ് 18 ആണ് പുറത്തുവിട്ടത്. ആ റിപ്പോർട്ട് ഒന്ന് കണ്ടതിന് ശേഷം ഞാൻ അതിഥികളിലേക്ക് എത്താം. തുടർച്ചയായി 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് പിന്തള്ളപ്പെട്ടതിന് പിന്നാലെയാണ് 2 ദശാബ്ദത്തോളം പാർട്ടിയെ നിയന്ത്രിച്ചിരുന്ന ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല അച്യുതണ്ടിനും ഇളക്കം തട്ടിയത്. രമേശ് ചെന്നിത്തലയുടെ എതിർപ്പ് മറികടന്ന് 2021 പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് VD സതീശൻ എത്തിയതാകട്ടെ ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തനായിരുന്ന ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെയും. മുതിർന്ന നേതൃനിരയുടെ അതൃപ്തി മറികടന്ന് 4 വർഷത്തിലധികമായി പാർട്ടിയിൽ നിർണായക സ്വാധീനമുറപ്പിച്ചിരുന്ന VD ഷാഫി കൂട്ടുകെട്ടിന് കൂടിയാണ് രാഹുൽ വിവാദത്തോടെ പൂർണ്ണമായി ഉലച്ചിൽ സംഭവിച്ചിരിക്കുന്നത്. A ഗ്രൂപ്പിന്റെ ഭാഗമായി രാഹുലിനു വേണ്ടി പ്രതിരോധം തീർക്കുന്നവരിൽ ഷാഫി പറമ്പിലിനൊപ്പം ബെന്നി ബെഹനാൻ, MM ഹസൻ, KC ജോസഫ് തുടങ്ങിയ നേതാക്കളാണ് മുൻനിരയിൽ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരസ്യ നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൽ VD സതീശനുണ്ടായിരുന്ന സ്വാധീനം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന നിലയാണ് നിലവിൽ. M വിൻസെന്റ് MLA ആണ് VD സതീശനൊപ്പം ഉറച്ചു നിൽക്കുന്ന നിയമസഭാംഗം. അതേസമയം K സുധാകരൻ, അടൂർ പ്രകാശ് തുടങ്ങിയ നേതാക്കളുടെ പിന്തുണ ഉറപ്പാക്കിയാണ് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ. നിലവിലെ സാഹചര്യം അവസരമാക്കി മാറ്റാനുള്ള നീക്കം KC പക്ഷവും സജീവമാക്കിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, AP അനിൽകുമാർ തുടങ്ങിയവർക്ക് പുറമെ ചാണ്ടിയുമ്മൻ, മാത്യു കുഴൽനാടൻ, T സിദ്ദിഖ്, റോജി M ജോൺ, സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവർ KC വേണുഗോപാൽ പക്ഷത്തും ശക്തമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. K മുരളീധരനാകട്ടെ ഗ്രൂപ്പ് നേതാക്കളോട് സമദൂര നിലപാടിലും. കോൺഗ്രസ് കേന്ദ്രങ്ങളെ പിടിച്ചുലച്ച മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരായ വിവാദം തെരഞ്ഞെടുപ്പിനൊരുങ്ങുന്ന പാർട്ടിയിൽ പുതിയ ശാക്തിക ചേരികളുടെ ബലാബലത്തിന് കൂടിയാണ് വഴി തുറന്നിരിക്കുന്നത്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഇതാണ് ന്യൂസ് 18 എന്ന് പുറത്തുവിട്ട റിപ്പോർട്ട്. നമ്മൾ ചർച്ചയിലേക്ക് കടക്കുകയാണ്. ശ്രീ B. റെജി, കോൺഗ്രസ് സഹയാത്രികനാണ് ആദ്യം നമുക്കൊപ്പം ചേരുന്നത്. ശ്രീ റെജി, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം കേട്ടുകേൾവിക്കും അപ്പുറമുള്ള വിഷയമാണ്.
ചരിത്രത്തിൽ ഇതുവരെ ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ പോലും ഉയരാത്ത വിധത്തിലുള്ള ഗൗരവപൂർണമായ വിഷയങ്ങളാണ് ഉയർന്നത്. കോൺഗ്രസ് മാതൃകാപരമായ നടപടി തന്നെ ആ വിഷയത്തിൽ സ്വീകരിച്ചു. അത് കോൺഗ്രസിന് പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അഭിമാനത്തോടെ ആ വിഷയം ഞങ്ങൾ നടപടിയെടുത്തു എന്ന് പറഞ്ഞ് നിൽക്കാൻ കഴിയുന്ന ആ സാഹചര്യം ഇല്ലാതാക്കിയത് പിന്നീട് പല നേതാക്കളും നടത്തിയിട്ടുള്ള പരാമർശങ്ങളാണ്. നോക്കൂ, ഇപ്പോൾ അതൊരു സുവർണ അവസരമാക്കി ഗ്രൂപ്പ് യുദ്ധം സജീവമാകുന്നു കോൺഗ്രസിൽ എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു പ്രശ്നമുണ്ടായി, അത് പരിഹരിക്കാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നഷ്ടപ്പെടുത്തി, അങ്ങനെ മുഖം നഷ്ടപ്പെടുത്തുകയും ഇപ്പോൾ അത് കോൺഗ്രസിൽ തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക്, തമ്മിലടിയിലേക്ക് നയിക്കുകയും ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യം ദൗർഭാഗ്യകരമല്ലേ? നോക്കൂ ശ്രീമതി രേണുക, ഈ അന്ധമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ തന്ത്രങ്ങളുടെ ഭാഗമായി പ്രചരിപ്പിക്കപ്പെടുന്ന വാർത്തകളാണ് ന്യൂസ് 8ന്റെ പ്രശസ്തനായ റിപ്പോർട്ടർ ശ്രീ ഡാൻ കുര്യന്റേതായി വന്നിട്ടുള്ളത്. ഇത് യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്ത ആരോപണങ്ങളാണ് ഒരു 10 വർഷമായി 9.5 വർഷമായി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ കുറിച്ച് ഉന്നയിച്ചിരിക്കുന്നത്. നോക്കൂ, ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണപക്ഷത്തിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷവും. ുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിന് കൂടി ഉണ്ട്. ഇവിടെ കോൺഗ്രസിന്റെ വിരുദ്ധ ചേരിയിൽ നിന്നുകൊണ്ട് അന്ധമായി കോൺഗ്രസിന്റെ ചെയ്തികളെ വിമർശിക്കുന്നതിനുള്ള ഒരവസരം പോലും പാഴാക്കാതെ അങ്ങേയറ്റം ക്രൂരമായി കോൺഗ്രസിനെ വിചിന്തനം ചെയ്യുകയാണ് ഇവിടെ പല മാധ്യമങ്ങളും ചെയ്യുന്നത്. നോക്കൂ, രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഒരു പ്രവൃത്തി ചെയ്തപ്പോൾ, അയാൾക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ 9.5 മണിക്കൂറിനുള്ളിൽ ഇന്റർനാഷണൽ കോൺഗ്രസ് അയാൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചു. അങ്ങേയറ്റം ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു നടപടിയായിരുന്നു അത്. 9.5 മണിക്കൂർ, 10 മണിക്കൂർ തികഞ്ഞില്ല. അയാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ നിന്ന് മാറ്റി, അദ്ദേഹത്തെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തി. അതുപോലെ അതുമാത്രമല്ല, അതിനേക്കാൾ ഏറ്റവും ഉപരിയായി കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തി, സസ്പെൻഡ് ചെയ്തു. തുടക്കത്തിൽ തന്നെ താങ്കൾ പറയുന്നതിൽ ഇടപെടേണ്ടി വരുന്നതിൽ ക്ഷമിക്കുക, ഞാൻ ഇത്രയും ക്ഷമിച്ചത് പോലും തുടക്കത്തിൽ ഇടപെട്ടു അല്ലെങ്കിൽ ചാടിക്കേറി ഇടപെട്ടു എന്നുള്ളൊരു അപവാദം പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, ഞാൻ വായിച്ച ഇൻട്രോ ചോദിച്ച ചോദ്യം ഇത് താങ്കൾക്ക് ബോധ്യമുള്ളതാണല്ലോ. കോൺഗ്രസ് നടപടി സ്വീകരിച്ചില്ലെന്നോ മാതൃക ആയില്ലെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ നടപടിയെടുത്തു, നല്ലത്. ആ നടപടിക്ക് ശേഷം പിന്നീട് അത് മാറ്റി പറയേണ്ടി വന്ന സാഹചര്യം എന്താണ്? പാർട്ടിയിൽ പോലും ഇല്ലാത്തയാളെ വെള്ളപൂശാൻ നേതാക്കൾ ഇറങ്ങി നടന്ന് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം എന്താണ്? അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചതല്ലോ. നോക്കൂ രേണുക, ഇവിടെ ഈ കേരളത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള എല്ലാ അക്രമങ്ങളെയോ അല്ലെ അനീതികളെയോ അങ്ങേയറ്റം കേരള സമൂഹം ചെറുക്കുന്നുണ്ട്. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും ആ ദിശയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നോക്കൂ, ഒരു പരാതിക്കാരില്ലാതെ, ഒരു പരാതിയില്ലാതെ അന്തരീക്ഷത്തിൽ ഉയർന്ന ഒരു വിവാദം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് അക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചു. അപ്പൊ ഇവിടെ ഇരയില്ലാതെ, ഇവിടെ ആദ്യം ബഹുമാനനായ മുഖ്യമന്ത്രി ഇരയെ തേടി ഇറങ്ങി, ഇരയ്ക്ക് എല്ലാ സംരക്ഷണവും നൽകുമെന്ന് പറഞ്ഞു. അതിനുശേഷം ശ്രീ രജി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഈ പരാതി എവിടെ നിന്നാണ് വന്നത് എന്നത് താങ്കൾക്ക് അറിയാമല്ലോ. കോൺഗ്രസ് സഹയാത്രികയായ ഒരു യുവതിയാണ് ഈ പരാതി ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നത്. അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ലെന്നോ അറിഞ്ഞിട്ടില്ലെന്നോ തന്റെ പിതാവിനെ പോലെ എന്ന് ആ പെൺകുട്ടി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ പ്രതിപക്ഷ നേതാവിന് പരാതി കിട്ടിയോ ഇല്ലയോ? നോക്കൂ, അത് സംബന്ധിച്ച് ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പാകെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. പരാതി കിട്ടിയിട്ടില്ല എന്നല്ല പറഞ്ഞത്. ആ വിഷയം അറിഞ്ഞപ്പോൾ താൻ ഒരു പിതാവ് എങ്ങനെ ഇടപെടും, ആ രീതിയിൽ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ പരാതി ഉണ്ടല്ലോ. ഇങ്ങനെ ഒരു പരാതി പാർട്ടിക്ക് കിട്ടിയിട്ട് അതിൽ എന്ത് നടപടി ഉണ്ടായി എന്നൊരു ചോദ്യമില്ലേ? അങ്ങനെ ഒരു പരാതി കിട്ടുകയും അതിൽ ഇടപെട്ടു എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിന് ശേഷവും താങ്കൾ ഇന്നും ഈ ചർച്ചയിൽ പരാതിയില്ല എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണ്? ഈ പാർട്ടികൾക്ക് കിട്ടുന്ന പരാതി പാർട്ടികൾ തന്നെ അന്വേഷിക്കുന്നു, പാർട്ടി കമ്മീഷൻ നടപടിയെടുക്കുന്നു എന്ന് പറഞ്ഞു നടന്നവരല്ലേ നിങ്ങൾ? നിങ്ങൾ തന്നെ ഇപ്പോൾ കിട്ടിയ പരാതി അതിൽ ഒരു നടപടിയും എടുക്കാതെ പൂഴ്ത്തി വെച്ചിട്ട് ആ പെൺകുട്ടിക്ക് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കിയിട്ട് ആ പെൺകുട്ടി തുറന്നു പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നു ഒരു പരാതിയും ഇല്ല എന്ന്. അതും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, നടപടിയെടുത്ത് പുറത്താക്കിയ ആളെയാണ് താങ്കൾ ഉൾപ്പെടെ വെള്ളപൂശുന്നത്. നോക്കൂ രേണുക, കേരളത്തിലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും സ്വീകരിക്കാത്ത അത്യന്തം സീരിയസ് ആയിട്ടുള്ള ഉയർന്ന ഉന്നതമായ നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത്. അക്കാര്യത്തിൽ അങ്ങേക്കും തർക്കമില്ലല്ലോ.
അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ഈ രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളെ തമസ്കരിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ബഹുജനങ്ങളുടെ ശ്രദ്ധയിൽ നിന്ന് അകറ്റുവാൻ വേണ്ടി ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്ന ഒരു എന്താണ് അത്തരത്തിലുള്ള ഒരു സമീപനമാണ് ഇവിടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്. പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടിയെ ഇഴകീറി പരിശോധിക്കുക, എന്നാൽ ഭരണപക്ഷത്തുണ്ടാകുന്ന വീഴ്ചകളെ അപ്പാടെ കണ്ണടയ്ക്കുകയോ വിട്ടുകളയുകയോ ചെയ്യുന്ന ഒരു സമീപനം. വീഴ്ചയാണ് ശ്രീ റെജി കണ്ണടച്ചിട്ടുള്ളത്? ഏത് വീഴ്ചയെ മാധ്യമങ്ങൾ കണ്ണടച്ചു കൊടുത്തു എന്ന് കൂടി താങ്കൾ പറയണം. അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി എല്ലാ മാധ്യമങ്ങൾക്ക് മേൽ കെട്ടിവെക്കരുത്. ഈ പരാതി വന്നത് മാധ്യമങ്ങളിലൂടെയല്ല, നിങ്ങളുടെ സഹയാത്രികയാണ് ഈ പരാതി പുറത്തു പറയേണ്ടി വന്നത്. 13 പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ഉയർന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിട്ടുള്ള പരാതികളും പ്രശ്നങ്ങളും എന്താണ് എന്നറിയാം. ഇത് ഒരു പരാതിയിൽ ഒതുങ്ങില്ല എന്നും ഇങ്ങനെ തുടർ പരാതികൾ വരുമെന്നും പാർട്ടിക്ക് തലവേദനയാകുമെന്നും മനസ്സിലാക്കി തന്നെയാണല്ലോ ആദ്യഘട്ടത്തിൽ നടപടിയുണ്ടായത്. ഈ രാഹുലിനെ കൊണ്ടു നടന്ന എല്ലാ അവസരങ്ങളും വാഗ്ദാനം ചെയ്ത് കൊണ്ടു നടന്ന ആളുകൾ തന്നെയാണല്ലോ ആദ്യം രംഗത്ത് വന്നത്. അക്കാര്യത്തിലൊന്നും താങ്കൾക്ക് സംശയമില്ലല്ലോ? നോക്കൂ, രാഹുൽ മാങ്കൂട്ടത്തിനെ അദ്ദേഹം ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിനോ അദ്ദേഹത്തെ ന്യായീകരിക്കുന്നതിനോ ഒരു കോൺഗ്രസ് പ്രവർത്തകനും തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മളൊരു ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇവിടെ ന്യായ സംഹിതകളുണ്ട്, ഇവിടെ നിയമവാഴ്ചയുണ്ട്. നിയമപരമായി അത് തെളിയിക്കട്ടെ. നോക്കൂ, ഞാൻ ഇന്ന് മാധ്യമങ്ങൾ തമസ്കരിച്ചു എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഇന്ന് ഉയർന്നു വന്ന ഒരു വാർത്ത നോക്കൂ. SFI ഒരു മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ ഒരു അധ്യാപകനെ 11 വർഷമായി ക്രൂരമായിട്ട് സംശയത്തിന്റെ മുൾമുനയിൽ നിന്ന ഒരു അധ്യാപകനെ കോടതി കുറ്റക്കാരനല്ലത് കണ്ട് വെറുതെ വിട്ടു. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഭരണത്തിന്റെയും പോലീസിന്റെയും പിൻബലത്തിൽ ഭരണപക്ഷം നടത്തുന്ന ക്രൂരമായ അധിക്ഷേപങ്ങളുടെയും അതിനെ മിസ്യൂസ് ചെയ്യുന്നതിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിൽ ഒന്നല്ലേ അത്? അതും എന്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനം, നമ്മുടെ നാട് ചർച്ച ചെയ്യുന്നില്ല? ഞാൻ പറയുന്നത് ഇവിടെ അധ്യാപകൻ ആദ്യം മുതൽ തന്നെ അതിനെതിരെ സാധ്യമായ വഴിയിലെല്ലാം പോരാട്ടം നടത്തുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നത് ഇങ്ങനെ വരുന്ന പരാതികൾ 100% വ്യക്തമാണ്, കൃത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ല. നോക്കൂ, നിങ്ങളുടെ പാർട്ടിയിൽ തുടരാൻ, ഒരു അംഗമായി പോലും തുടരാൻ യോഗ്യനല്ല എന്ന് കണ്ടാണല്ലോ മാറ്റി നിർത്തിയിരിക്കുന്നത്. അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ യോഗ്യതയില്ല എന്ന് കണ്ടാണല്ലോ മാറ്റി നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണ്ട് നടപടിയെടുത്ത ഒരാളെ പിന്നീട് ന്യായീകരിക്കേണ്ടുന്ന എന്ത് സാഹചര്യമാണുള്ളത്? ഒന്നുകിൽ നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുക, നിങ്ങൾക്ക് 100% ഉറപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലെങ്കിൽ, ഈ പരാതി ഫേക്ക് ആണ് എന്ന് ഉണ്ടെങ്കിൽ, മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നടപടിയെടുക്കാതെ അതിനെ നേരിടുകയാണല്ലോ വേണ്ടത്. അങ്ങനെയാണല്ലോ ധൈര്യമുള്ളവർ നേരിടുക. അങ്ങനെയല്ല, പരാതി കിട്ടി 9.5 മണിക്കൂറിനകം നടപടിയെടുത്തു എന്ന് പറയുന്നു, അതിനുശേഷം വന്നിട്ട് തെളിവ് എവിടെയെന്ന് ചോദിക്കുന്നു, അതിനുശേഷം പറയുന്നു ഞങ്ങളുടെ അധ്യക്ഷനായി ഇരിക്കാൻ പറ്റാത്ത ആളെ നിയമസഭയിൽ ഞങ്ങൾ അയക്കുമെന്ന് പറയുന്നു, സംസാരിക്കട്ടെ എന്ന് പറയുന്നു, AAL എന്ന് പറയുന്നു. അപ്പോൾ അതാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നം. രാഹുലിനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരുമായി 2 വിഭാഗം ഉടലെടുത്തിരിക്കുന്നു. ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്നവരാണോ അതോ അവരുടെ അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ അവരുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാണോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു റിഫ്റ്റ് പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്നു എന്ന് താങ്കൾ സമ്മതിക്കേണ്ടി വരില്ലേ? നോക്കൂ, രേണുക ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടിയാണ് CPIയുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ ശ്രീമതി ശ്രീനാദേവി കുഞ്ഞമ്മ അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കേരള സമൂഹത്തെ അറിയിച്ചിട്ടുള്ളത്. അതായത് സാങ്കല്പിക ഇരകളെ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമം പരിഹാസ്യമാണ്, അത് തെറ്റാണ് എന്ന് പറയുകയാണ്. നോക്കൂ, നിങ്ങൾ കുറ്റം ചെയ്തവരെ ശിക്ഷിക്കുക. ഞങ്ങൾ ആരും ഈ ലോകത്ത് ആരെങ്കിലും അതിനെ എതിര് നിൽക്കുമോ? നിങ്ങൾ കുറ്റക്കാരെ കണ്ടെത്തുക, നിങ്ങൾ കുറ്റക്കാരാണെന്ന് നിയമസംഹിത പ്രകാരം തെളിയിക്കുക, അയാളെ ശിക്ഷിക്കുക. അതിനോട് കേരളീയ സമൂഹം അതിനൊപ്പം ചേർന്ന് നിൽക്കും. പക്ഷെ സാങ്കല്പികമായി എന്താണ് വിക്ടിമിനെ കണ്ടെത്തുകയോ അല്ലെങ്കിൽ ഒരാളെ അങ്ങേയറ്റം ഒരു തെളിവുകൾ ഇല്ലാതെ കുറ്റക്കാരനാക്കി പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ അത് അങ്ങേയറ്റം രാഷ്ട്രീയപരമായി മാത്രം. എന്നാൽ BJPയിലാകട്ടെ CPMലാകട്ടെ ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഉന്നയിക്കുമ്പോൾ അതിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല. ഇവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരെ ശ്രീ M. മുനീർ ഒരു പരാതി നൽകി, അത് സംബന്ധിച്ച് എന്ത് നടപടിയെടുത്തു? തൃശ്ശൂര് DYFIയുടെ ഒരു നേതാവ് അദ്ദേഹത്തെ തരം താഴ്ത്തി. ഇന്ന് ഉയർന്നു വന്നിരിക്കുന്ന ഒരു വാർത്ത അദ്ദേഹത്തെ വീണ്ടും ആ പഴയ ഘടകത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം നടത്തുന്നു എന്ന് വന്നിരിക്കുന്നു. അപ്പൊ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുടെ നടപടികൾക്ക് അതീതമായി കോൺഗ്രസ് അതിന്റെ ഉന്നതമായ രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പാകെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. അത് അങ്ങേയറ്റം സുതാര്യതയോടെ ധാർമ്മിക നിലവാരം ഉയർത്തിപ്പിടിക്കുന്ന നടപടിയാണ് സ്വീകരിക്കുന്നത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ഷാബു പ്രസാദ്,
വലിയ പ്രതിഷേധമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നത്. പക്ഷേ മാതൃകാപരമായ നടപടി എന്ന നിലയിൽ നടപടികൾ വരുന്നതിന് ശേഷം ആ പ്രതിഷേധം കുറേയധികം കെട്ടടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും കോൺഗ്രസിൽ ഇതുമായി ബന്ധപ്പെട്ട് വലിയ റിഫ്റ്റ് ഉണ്ടായിരിക്കുകയാണ്. നടപടി അത് എടുക്കേണ്ടത് തന്നെയാണെന്നും അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നും സൂചിപ്പിക്കുന്ന ഒരു വിഭാഗം, പക്ഷേ നടപടിയെടുത്തതിൻ്റെ പേരിൽ പ്രതിഷേധിക്കുന്ന മറ്റൊരു വിഭാഗവും എന്ന നിലയിൽ രണ്ടായി കാര്യങ്ങൾ തിരിഞ്ഞിരിക്കുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? നടപടിയെടുത്തതിൻ്റെ പോലും ധാർമ്മികത ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളിലേക്ക് ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന ഈ പോര് കാര്യങ്ങളെ കൊണ്ട് ചെന്ന് എത്തിച്ചിട്ടേ? ഞാൻ ഈ വിഷയത്തിനെ സമീപിക്കുന്നത് ഇതിൻ്റെ അതി ധാർമ്മികത എന്നുള്ള ഒരു പോയിന്റിലല്ല. കാര്യം നമ്മുടെ രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ ആ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കൊക്കെ നന്നായിട്ട് അറിയാവുന്നത്. ധാർമ്മികത എന്നൊക്കെ പറയുന്നത് വെറുതെ ഇരുന്ന് പറയാനല്ലാതെ പ്രത്യേകിച്ച് മൂല്യങ്ങളൊന്നും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഇല്ല. അതൊക്കെ എന്നോ പോയി കഴിഞ്ഞു, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇല്ലാതായി കഴിഞ്ഞൊരു സാധനമാണ്. 100% പ്രായോഗികമായ രാഷ്ട്രീയമാണ് ഇന്ന് നമ്മുടെ രാഷ്ട്രീയത്തിലുള്ളത്. ആ ഒരു പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ദൃഷ്ടിയിൽ നോക്കിയാൽ സത്യത്തിൽ ഈ സമീപകാലത്ത് കോൺഗ്രസ് എന്നല്ല മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ഇത്രയും വലിയ ഒരു രാഷ്ട്രീയ വിഡ്ഢിത്തം കാണിച്ചിട്ടുണ്ടാവും. അതായത് ഈ രാഹുൽ നോക്കൂ, അവർ ചെന്ന് പെട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥ നോക്കൂ. ആ ആരോപണം വന്നു ഉടൻ തന്നെ ആ അവസരം മുതലെടുത്ത് ഇതിൻ്റെ അകത്തെ ചേരിപ്പോരിന്റെ അകത്ത് വിജയിക്കാൻ വേണ്ടി കുറച്ചുപേര് മുന്നിട്ടിറങ്ങി. ഇപ്പൊ രാഹുലിനെ പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുപേരിറങ്ങി. അതിനേക്കാട്ടിൽ ഉച്ചത്തിൽ വേറെ കുറച്ചുപേര്. ഒടുവിൽ അങ്ങനെയാണ് ഈ രാഹുൽ സസ്പെൻഡ് ചെയ്യപ്പെടുന്നതും അയാളെ ഈ പാർട്ടിയിൽ നിന്ന് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറുന്നതുമല്ല. പക്ഷേ എന്നിട്ട് ഇവർ തന്നെ പറയുകയും ചെയ്തു ഒരു പരാതി പോലും ഇല്ലാത്ത കേസ്. ഇത് ഒരു വശത്ത് പറഞ്ഞുകൊണ്ട്, അതായത് ഇവർ തന്നെ ഇത് എൻഡോസ് ചെയ്തു കഴിഞ്ഞു. ഇത് സത്യമാണ്, രാഹുലിനെതിരെ വന്ന ഈ ആരോപണം 100% സത്യമാണ് എന്ന് പാർട്ടി അംഗീകരിച്ചു. ആ അംഗീകാരത്തിലേക്ക് എത്തിയത് സത്യത്തില് ഇവർ തമ്മിലുള്ള പച്ചയായ ചേരിപ്പോര് തെരുവിലേക്ക് വരെ നീളുന്ന ആ ഒരു ഘട്ടത്തിലാണിത്. ഇനി ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ആരെയും ന്യായീകരിക്കുകയും കാര്യങ്ങളൊന്നുമില്ല. 100% കേരളത്തിൽ നിലനിൽക്കുന്ന പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ കാര്യമാണ്. ഇതേ സമയം ഇത് CPM-ലായിരുന്നെങ്കിൽ എന്തായാലും സംഭവിക്കുക, അവർ ഈ രാഹുലിനെ പോലുള്ള കേസിൽ അവർ അയാളെ ചേർത്ത് നിർത്തും. അവർ ഇതിൻ്റെ അകത്ത് നിയമപരമായും ആശയപരമായും സംഘടനാപരമായും ശക്തമായ പ്രതിരോധം തീർക്കും. അങ്ങനെ കുറച്ചു കാലം ഈ മാധ്യമങ്ങൾ ചർച്ച ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയി കൂടി വന്ന ഒരാഴ്ച അല്ലെ ഒരു 10 ദിവസം കഴിയുമ്പോൾ ഇത് താനെ കെട്ടടങ്ങി അത് അതിന്റെ വഴിക്ക് പോവുകയും ചെയ്യും. നോക്ക്, കടകംപള്ളി സുരേന്ദ്രന്റെ കാര്യത്തിൽ നോക്കൂ. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരു രാഷ്ട്രീയ ബോധം സത്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന് ഇല്ലാതെ പോയത് കൊണ്ടാണ് ഈ 2 ആഴ്ച കഴിഞ്ഞും ഈ വിഷയം ഇങ്ങനെ സജീവമായി നിൽക്കുന്നതും. കോൺഗ്രസിനുള്ളിലെ എത്രമാത്രം ഭീകരമാണ് കോൺഗ്രസിനുള്ളിലെ ചേരിപ്പോര്. ഓരോരുത്തരും അവസരം മുതലെടുത്ത് മുമ്പോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഡേ ബൈ ഡേ എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, ഇതിൻ്റെ അകത്തോട് ഉണ്ടായിരിക്കുന്ന മറ്റൊരു കാര്യം നോക്കൂ. കോൺഗ്രസിന് വേണ്ട ഇയാളെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസിന് വേണ്ട എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. അതായത് അയാളെ പുറത്താക്കി, അയാളുടെ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി, അയാളെ പ്രാഥമിക മെമ്പർഷിപ്പിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അങ്ങനെ സംഘടനയ്ക്കും കോൺഗ്രസിനും ഒന്നും വേണ്ടാത്ത ഈ മനുഷ്യനെ പാലക്കാട്ടെ ജനങ്ങൾ സഹിച്ചോളൂ എന്ന ഒരു വ്യക്തമായ സന്ദേശമല്ലേ ഇതിൻ്റെ അകത്ത് രാജിവെക്കേണ്ട ആവശ്യമില്ല എന്ന നിലപാടെടുക്കുന്നതിലൂടെ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് സത്യത്തിൽ ഇന്ന് കേരളത്തിലെ സമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസ് കാണിച്ച ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് രാഹുലിനെതിരെ അവർ ഈ നടപടിയിലൂടെ എടുത്തിരിക്കുന്നത്. കാര്യം ഇവർ തന്നെ പറയുന്നത് നിയമം ഇതില്ല, പരാതിയില്ല, ഒന്നുമില്ല, എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിന് ഇത് ചെയ്തു? തീർച്ചയായും എന്തായാലും വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഉയർന്നു വന്നത്. അതിൽ നടപടിയെടുത്തു എന്നത് മാതൃകാപരമായി തന്നെ ഞാൻ കാണുന്നു. അതിൽ പക്ഷേ പിന്നീട് ഈ വിഴുപ്പലക്കൽ ഉണ്ടായതാണ് കോൺഗ്രസിനെ ഈ നിലയിൽ എത്തിച്ചിരിക്കുന്നത് എന്നതാണ് എന്റെ കാഴ്ചപ്പാട്. താങ്കളിൽ നിന്ന് വിയോജിച്ചുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ശ്രീ ഷാഹു പ്രസാദ്, താങ്കൾക്ക് അടുത്ത അവസരത്തിൽ കൂടുതൽ വ്യക്തമാക്കാം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഇപ്പോൾ ഈ പരാതി എങ്ങനെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തി എന്ന് നോക്കിയാൽ അത്
കോൺഗ്രസ് സഹയാത്രികയായ ഒരു യുവതി തുറന്നു പറയുന്നതാണ്. എപ്പോൾ ഈ റിഫ്റ്റ് തുടങ്ങിയെന്ന് നോക്കിയാൽ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയം മുതൽ തന്നെ നമുക്ക് ഈ സതീശൻ, ഷാഫി, രാഹുൽ ത്രയത്തിൽ ഒരു വിള്ളൽ വീണു എന്നത് മനസ്സിലാക്കാം. അത് പി വി അൻവറുമായും രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയോടെ എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം സാഹചര്യം ഒത്തുവന്നപ്പോൾ രാഹുലിനെതിരായ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുന്നു. ശക്തമായ നടപടി എന്ന ആവശ്യവുമായി വി ഡി സതീശൻ വിഭാഗം എത്തുന്നു. അപ്പോൾ ഈ റിഫ്റ്റിന്റെ ഒരു ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട ഈ വാർത്തകൾ പുറത്തേക്ക് വരുന്നത് എന്ന സാധ്യതകളെ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത്തരത്തിലുള്ള അഭിപ്രായങ്ങളെ താങ്കൾ എങ്ങനെ കാണും? രേണുക, ഇതിന് രണ്ട് രീതിയിൽ കാണേണ്ടതുണ്ട്. ഇപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാബു പ്രസാദ് പറഞ്ഞു രാഷ്ട്രീയത്തിൽ ധാർമ്മികത എന്നൊന്നില്ല എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ധാർമ്മികതയൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഇല്ലാതായി എന്നൊക്കെ പറയുന്നു. പക്ഷെ അത്രത്തോളം ഒന്നും നമുക്ക് അങ്ങനെ ഒരു സാധനമേ ഇല്ലാതായി എന്നൊന്നും തീർത്തു പറയാൻ കഴിയില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിലെങ്കിലും ധാർമ്മികത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം കുറച്ചെങ്കിലും ഉയർത്തിപ്പിടിക്കുന്നില്ലെങ്കിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ അതിനെ ന്യായീകരിക്കാനോ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാനോ കഴിയാതെ വരും. ഇവിടെ ആലോചിച്ച് നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതി വരുന്നു. ഇപ്പൊ രേണുക പറയുന്നു അത് കോൺഗ്രസിനകത്തു നിന്നുള്ളൊരു വിഭാഗം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അവിടെ വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിൽ, ഷാഫി പറമ്പിൽ ആ ഒരു സംഘവുമായിട്ടുണ്ടായ ഒരു ചെറിയ റിഫ്റ്റ്. പക്ഷെ അങ്ങനെ ഒരു റിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് തൊഴുത്തിൽ കൊത്തും മേച്ചിൽപ്പുറത്ത് കാണുമായിരുന്നല്ലോ. അവിടെ ഇത്രയും നല്ല ഭൂരിപക്ഷത്തില് പി വി അൻവറിനെ മാറ്റി നിർത്തിയിട്ടും കോൺഗ്രസ് വിജയിക്കില്ലായിരുന്നു. അവിടെ ഏതെങ്കിലും നിങ്ങൾ പോലും പ്രചരണ സമയത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ആലോചന ഉണ്ടെന്നോ അസ്വസ്ഥതയുണ്ടെന്നോ നേതാക്കൾ തമ്മിൽ ഭിന്നതയുണ്ടെന്നോ സ്വരച്ചേർച്ചയില്ലായ്മയുണ്ടെന്നോ മാധ്യമങ്ങളെല്ലാം മണത്തറിയുന്ന റിയൽ യുദ്ധം തുടങ്ങിയത് തന്നെ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയൊക്കെ റീൽസ് ഒക്കെ വന്നു. അവിടെ ചാണ്ടി ഉമ്മൻ കുറച്ചുകൂടി എന്താ പറയാ ഇവരെ മറികടന്ന് കുറച്ചുകൂടി ഷൈൻ ചെയ്യുന്ന കാഴ്ചയൊക്കെ കണ്ടെങ്കിലും ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിരുന്നില്ല, ആരും റിപ്പോർട്ട് ചെയ്തിരുന്നുമില്ല. പക്ഷെ ഇപ്പോ ഇതിനകത്ത് ന്യൂസ് 18 കാണുന്ന ഒരു വക്രബുദ്ധി എനിക്ക് തോന്നുന്നത് ഇത് കോൺഗ്രസ്സുകാർ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുത്തിപ്പൊക്കി എന്ന് പറയുന്നിടത്താണ്. ഇവിടെ ആലോചിക്കേണ്ട ഒരു വിഷയം, അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു പ്രശ്നം, ഇപ്പോ പല നേതാക്കളും പല അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞു. ആദ്യം എടുത്ത 2 തീരുമാനങ്ങൾ ഒന്നാലോചിച്ച് നോക്കുക. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിലിനെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റുന്നു, ഡിസിഷൻ നമ്പർ 1. രണ്ടാമത്തെ ഡിസിഷൻ, അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും നിയമസഭാ കക്ഷിയിൽ നിന്നും തൽക്കാലത്തേക്ക് മാറ്റി നിർത്തുന്നു. ഈ തീരുമാനം രണ്ടും ഇതിനകത്ത് പറയാം സതീശനുമായിട്ട് യോജിപ്പില്ലാത്ത അല്ലെങ്കിൽ സതീശനുമായിട്ട് ചേർന്ന് നിൽക്കാത്ത ഇതിലേതെങ്കിലും കേരളത്തിലെ നേതാക്കളെ എടുത്തു നോക്കാം. കെ സുധാകരൻ ആ തീരുമാനം എടുത്ത സന്ദർഭത്തിൽ എതിർത്തിട്ടുണ്ടോ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ എതിർത്തിട്ടുണ്ടോ? VM സുധീരൻ എതിർത്തിട്ടുണ്ടോ? KC വേണുഗോപാൽ എതിർത്തിട്ടുണ്ടോ? KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് എതിർത്തിട്ടുണ്ടോ? ആരാ എതിർത്തിട്ടുള്ളത്? ആരെങ്കിലും എതിർത്തിരുന്നോ? അന്ന് MM ഹസൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ആരും പറഞ്ഞിരുന്നില്ലല്ലോ. അന്ന് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തില് നേതാക്കൾക്കെല്ലാം നല്ല ധാരണയുണ്ടായിരുന്നു. ഇതിന് ഒന്നിനു പുറകെ ഒന്നായിട്ട് ആരോപണങ്ങൾ വരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ കോൺഗ്രസിലെ വനിതാ നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു അദ്ദേഹം രാജിവെക്കണമെന്ന്. ഉമാ തോമസ് പറഞ്ഞു, ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു, ബിന്ദു കൃഷ്ണ പറഞ്ഞു, വേറെ പലരും പറഞ്ഞു. അപ്പൊ ഇവരൊക്കെ കേരളത്തിലെ കോൺഗ്രസിന്റെ മുഖങ്ങളാണ്, നേതൃതലത്തിലുള്ളവരാണ്. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെയാണ്, ഒരു ഒച്ചപ്പാടോ ബഹളമോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചേരിപ്പോരോ ഗുസ്തിയോ ഒന്നും ഇല്ലാതെയാണ് ഈ തീരുമാനങ്ങളിലേക്ക് എത്തിയത്. മാധ്യമങ്ങൾക്ക് പോലും പറയേണ്ടി വന്നു, വളരെ മനോഹരമായ വളരെ മാതൃകാപരമായ നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന്. ഷാബു പ്രസാദ് പറഞ്ഞതിനോട് ഞാൻ തീർത്തും യോജിക്കുന്നില്ല. കാരണം അത് എടുക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു? കോൺഗ്രസ് എന്തിനാണ് ഒരു തീരുമാനം എടുത്തത്? CPM ആയിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. അവർ 2 ആഴ്ച കാലം മാധ്യമങ്ങൾ ഇത് ആഘോഷിക്കട്ടെ എന്ന് പറയായിരുന്നു. ഒന്നും ചെയ്യില്ലായിരുന്നു. ഈ ചെയ്തത് പോലും വളരെ നല്ലൊരു തീരുമാനം എടുക്കുന്നു, ഒരാൾ ആരോപണവിധേയനാകുന്നു, അയാളൊരു എന്താ പറയുക ചെറിയ മീനല്ല വലിയ മീനാണ്, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാണ്,
കഴിഞ്ഞൊരു 4-5 വർഷക്കാലത്തിനിടയിൽ കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന ഏറ്റവും മികച്ച യുവ ശ്രീ ജോർജ് പൊടിപ്പാറ, താങ്കൾ ഏറ്റവും കൂടുതൽ ആ സാഹചര്യം തന്നെയാണല്ലോ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു നടപടി എടുത്തു, ഓക്കെ, ഈ പരാതികൾ ഉയർന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു നടപടി എടുത്തു, അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയുന്നത് വരെ മാറി നിൽക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു നടപടി പോലുമല്ല, അപ്പോൾ അങ്ങനെ മാറ്റി നിർത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. അവിടം കൊണ്ട് കാര്യങ്ങൾ തീരുവാണെങ്കിൽ താങ്കൾ പറഞ്ഞത് ഓക്കെ. പക്ഷെ പിന്നീട് വന്ന് ഇത് ആണെന്നും അതല്ല ഇതാണെന്നും നിയമസഭയിൽ വരുന്നതിന് തെറ്റെന്താണെന്നും പരാതിയില്ലല്ലോ എന്നുമുള്ള ന്യായീകരണം നടത്തുമ്പോഴാണ് ഇത്തരം ഒരു സംശയം. അതും രണ്ട് തരത്തിൽ രണ്ട് വിഭാഗങ്ങളിലായി ഈ അഭിപ്രായങ്ങൾ വരുമ്പോൾ ഞാൻ പറയാതെ അതിൽ രേണു ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, കോൺഗ്രസ് എന്ന് പറയുന്നത് CPM പോലെ ഒരു എന്താ പറയുക ഒരു കേഡർ പാർട്ടിയൊന്നുമല്ല, BJP പോലെയും ഒരു പാർട്ടിയല്ല. അവിടെ നേതൃത്വത്തിനെതിരെയോ സംഘടനയ്ക്കെതിരെയോ എന്തെങ്കിലും നിലപാടെടുത്താൽ, പരസ്യ നിലപാടെടുത്താൽ അതിന് ശക്തമായ നടപടി നേരിടേണ്ടി വരും. അങ്ങനെ അധികം മുന്നോട്ട് പോകാൻ പറ്റില്ല. കോൺഗ്രസിന് ഉള്ളൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ അതിൽ ഓവർ ജനാധിപത്യമാണ്. ആർക്കും എന്തും പറയാം. അല്ലെങ്കിൽ MM ഹസൻ ഇപ്പോ, അതുപോലെ തന്നെ അടൂർ പ്രകാശ് UDF കൺവീനർ, പാർട്ടി ഏകകണ്ഠമായിട്ട് എടുത്ത ഒരു തീരുമാനം, സുചിന്തിതമായ ഒരു തീരുമാനം, ആ തീരുമാനത്തെ ഒരു ഘട്ടം കഴിയുമ്പോൾ എതിർക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇവർക്ക് എന്താ പറയുക ഗ്രൂപ്പിലാണോ താല്പര്യം, ഇവർക്ക് വ്യക്തികളിലാണോ താല്പര്യം, അതോ പരമപ്രധാനമായിട്ട് ഇവരുടെ കൂർ ആരോടാണ്, പ്രസ്ഥാനത്തോടാണോ, സംഘടനയോടാണോ, വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഈ പ്രസ്ഥാനം, ഈ മുന്നണി വിജയിക്കുന്നതിനോടാണോ, ഏതിനോടാണ് ഇവർക്ക് യഥാർത്ഥത്തിൽ കൂറ്, ഏതിനാണ് ഇവർ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്? പാളയത്തിൽ പടയുണ്ടാക്കി ആ പാർട്ടി അത് തെരഞ്ഞെടുപ്പിന്റെ മുൻപ് ഇത്രയും വലിയൊരു ആരോപണം വരുന്നു, ആ ആരോപണത്തിൽ മുഖം രക്ഷിക്കാനായിട്ട് വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്നു. ആ നിലപാടുകൾ ഈ പറഞ്ഞ ആളെ സസ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. രേണു തന്നെ പറയുന്നു ഇതൊരു വലിയ അന്തിമമായ ശിക്ഷയല്ല, അയാൾക്ക് സ്വന്തം ഭാഗം തെളിയിച്ച് കുറ്റക്കാരനല്ലെന്ന് തെളിയിച്ച് അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അതിന് സാധ്യതയില്ല എന്ന് ഞാൻ തീർത്തും പറയുന്നുമില്ല. കാരണം ഇതുവരെ നേരിട്ട് പരാതികളില്ല, FIR ഇല്ല. ക്രൈംബ്രാഞ്ച് ഇങ്ങനെ ഇരുട്ടിൽ തപ്പി നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞ ഗർഭഛിദ്ര കേസിൽ ആ ഇര ഇതുവരെ പുറത്തു വന്നിട്ട് ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകളുള്ളപ്പോൾ, പക്ഷെ അതോടൊപ്പം തന്നെ ഒന്നുകൂടി ചേർത്ത് പറയണം, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരിക്കൽ പോലും ആ ശബ്ദരേഖയിലെ ശബ്ദം തന്റേതല്ല എന്ന് പറയുന്നില്ല. അത് പറയാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല? അത് ഹേയൊക്കെ കൂട്ടുപിടിക്കുന്നു. ആ പറഞ്ഞത് ഏറ്റുപിടിക്കാൻ അടൂർ പ്രകാശിനെ പോലുള്ള പ്രധാനപ്പെട്ട ഒരു ആള് പറയുന്നു. ശരിയാണോ? അത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അത് രാഹുൽ പറയുന്നത് മനസ്സിലാക്കാം, പക്ഷെ UDF കൺവീനർ അത് പറയുന്നത് മനസ്സിലാക്കാൻ പറ്റില്ല. മറിച്ച് രാഹുൽ പറയുകയാണ് അത് ആണ്, എനിക്കതിൽ ഉത്തരവാദിത്വം ഇല്ല എന്ന് രാഹുൽ പറഞ്ഞതിന് ശേഷമാണ് അടൂർ പ്രകാശ് അത് പറയുന്നതെങ്കിൽ കുറെ കൂടി നമുക്ക് അംഗീകരിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ രാഹുൽ പറയുന്നില്ല അത് എന്റെ ശബ്ദമല്ല, ആ ഇര പറയുന്നത്, അല്ലെങ്കിൽ ആ പെൺകുട്ടി പറയുന്ന, അല്ലെങ്കിൽ ആ യുവതി പറയുന്നത്, ആ യുവതിയോട് സംസാരിക്കുന്നത് ഞാനല്ല, അതിൽ എന്തോ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട്, അത് കൃത്രിമമാണ് എന്ന് രാഹുൽ നെഞ്ചുവിരിച്ചെന്ന് പറയുകയാണെങ്കിൽ അതിനുശേഷം പാർട്ടിയിൽ ഇങ്ങനെ അഭിപ്രായ ഭിന്നതകളോ അല്ലെങ്കിൽ ന്യായീകരണം ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇത് രാഹുൽ പോലും പറയാത്തൊരു കാര്യത്തിൽ രാഹുലിന് വേണ്ടി സംസാരിക്കാൻ ഇറങ്ങാന്ന് പറയുന്നവരുടെ പാർട്ടിക്കൂറും പാർട്ടി താല്പര്യവും പാർട്ടിയോടുള്ള സ്നേഹമൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായും അവരെ നയിക്കുന്നത് മറ്റെന്ത് താല്പര്യങ്ങൾ എന്നത് കൂടിയാണ് നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റതിഥികളിലേക്ക് കൂടി തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സമീപനമാണോ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അവരെ നയിക്കുന്നത് സ്വന്തം താല്പര്യങ്ങൾ മാത്രം എന്നതാണ് മനസ്സിലാകുന്നത്. ഒരു ഭരണമാറ്റം എന്നത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കങ്ങൾ നമുക്കറിയാം. ഈ നിർണായക തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ അത്തരം നീക്കങ്ങൾ കൂടി കോൺഗ്രസിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു അവസരം എന്ന നിലയിൽ കൂടിയാണോ നേതാക്കൾ ഈ വിഷയത്തെ, ഇത്ര ഗൗരവമുള്ള ഈ വിഷയത്തെ പോലും സമീപിക്കുന്നത്? അതിലെടുക്കുന്ന തീരുമാനങ്ങൾ പോലും അങ്ങനെയുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ ഉതകുന്ന തരത്തിലാണോ? VD സതീശൻ വളരെ ശക്തനായി, പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലൊക്കെ വളരെ ശക്തനായി മുന്നിൽ നിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരമൊരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അതിൻ്റെ പേരിൽ ശക്തമായ നിലപാടെടുത്തതിൻ്റെ സാഹചര്യത്തിൽ അതിൽ വലിയ വില നൽകേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാകുന്നു. അപ്പോൾ ഏതൊക്കെ തരത്തിലാണിത് മാറി മറിയാൻ പോകുന്നത്, സാധ്യതകൾ, സാഹചര്യങ്ങൾ? നോക്കൂ, കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. നേരത്തെ ബഹുമാന്യനായ ജോർജ് സാർ പറഞ്ഞതുപോലെ ഇത് കേഡർ സ്വഭാവം മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് ഇല്ല, അഭിപ്രായ സ്വാതന്ത്ര്യം കൂടുതലാണ്. പക്ഷെ എന്നിരിക്കലും പാർട്ടി ഒരു സുചിന്തിതമായ ഒരു തീരുമാനം കൈക്കൊണ്ടു കഴിഞ്ഞാൽ അത് എല്ലാ വിഭാഗത്തിലുള്ളവരും, അതിന്റെ അതിലോട് ചേർന്ന് നിൽക്കുന്നവരും, അനുഭാവി
നേതാക്കന്മാരും ഒക്കെ തന്നെ അംഗീകരിക്കും. ഇവിടെ ഈ പാർട്ടിയിൽ ഒരു വ്യക്തമായ സുവ്യക്തമായ ഒരു തീരുമാനം, ഒരു നടപടി എടുത്തതിന് ശേഷം അതിനെ സംബന്ധിച്ച് ഏതെങ്കിലും വിഭിന്ന അഭിപ്രായങ്ങളുണ്ട് എന്ന് പറയുന്നതിലൊന്നും യാഥാർത്ഥ്യമില്ല. അത് പാർട്ടിയുടെ ശത്രുക്കൾ മെനഞ്ഞുണ്ടാക്കുന്നതാണ്. ഇപ്പൊ നോക്കൂ, ഈ 9.5 വർഷത്തെ CPM-ന്റെ LDF-ന്റെ ഭരണത്തിൽ ദുരിതം അനുഭവിക്കുന്ന ഭരണവിരുദ്ധ വികാരം അതിന്റെ ഏറ്റവും ശക്തിയേറിയ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ, ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുമ്പോ, ഈ സർക്കാരിനെ മാറ്റിക്കൊണ്ട് ഒരു പുതിയ ജനവിധിക്ക് വേണ്ടി ജനങ്ങൾ കാത്തിരിക്കുമ്പോൾ അതിനെ മറയിടാൻ വേണ്ടി അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തെ മുൻകാലങ്ങളിൽ CPM ചെയ്തിട്ടുള്ളത് പോലെ ഏതെങ്കിലും ഒരു ഇത്തരത്തിലുള്ള ഒരു ലൈംഗിക അപവാദ കേസുകളെ കൊണ്ടുവന്നുകൊണ്ട് മറ്റ് വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ അകറ്റുവാൻ ബോധപൂർവം നടത്തുന്ന ശ്രമങ്ങളാണ്. നോക്കൂ, 86 മുതൽ ഇത് നമ്മൾ കാണുന്നതല്ലേ. തങ്കമണി, അതിനുശേഷം സൂര്യനെല്ലി, അതിനുശേഷം എന്താണ് കവിയൂർ കിളിരൂർ കേസുകൾ വന്നില്ലേ, പിന്നെ സോളാർ, ഇതേ രീതിയിൽ ഈ പല കേസ് ഇതിൽ താങ്കൾ ഈ പറയപ്പെടുന്ന കേസുകളുടെ ചിലതില്ലെങ്കിലും അത് കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ളതാണ് എന്ന ആരോപണം നേരത്തെ തന്നെ ഉള്ളതാണ്. നോക്കൂ, ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ തുടക്കം എവിടെയാണ് എന്നുള്ളത് നമ്മൾ സംസാരിച്ചു. അപ്പോൾ അങ്ങനെ സാധ്യതകൾ കോൺഗ്രസിന് UDF-ന് അധികാരത്തിലെത്താൻ പറ്റുന്ന സാധ്യതകൾ ഉണ്ട് എന്ന് കാണുന്ന ഘട്ടങ്ങളിലൊക്കെ ഇത്തരം വാർത്തകൾ വരുന്നതിന്റെ ഒരു സോഴ്സ് അത് UDF-നുള്ളിൽ നിന്ന് തന്നെയാണ്, കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെയാണെന്നുള്ള നേരത്തെയുള്ള ആക്ഷേപങ്ങൾ ശരിവെക്കുന്നതാണ് ഈ സംഭവം. നോക്കൂ, ഇത്തരം സാഹചര്യങ്ങളെ രാഷ്ട്രീയ എതിരാളികൾ വളരെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുന്നു. പക്ഷപാതപരമായി, അങ്ങേയറ്റം പക്ഷപാതപരമായി പെരുമാറുന്നു. നോക്കൂ രേണുക, നമ്മുടെ സംസ്ഥാനത്ത് ഇന്ന് IPC-ൽ ഏതാണ്ട് 2,96,000 കേസുകൾ പെൻഡിംഗ് ഉണ്ട്. അപ്പോഴാണ് ഇവിടെ ക്രൈംബ്രാഞ്ചിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ഒരാളുടെ ഒരു സംഭവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി എല്ലാ സംവിധാനങ്ങളെയും യൂസ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടുകൊണ്ട് അതിലെ തുടർ നടപടികൾ സ്വീകരിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. അതേസമയം പ്രതിപക്ഷത്തുള്ള മുൻ മന്ത്രിയായ ഒരു നിലവിലുള്ള ഒരു MLA-ക്കെതിരെ ഒരു പരാതി കൊടുക്കുമ്പോൾ അതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. ഇത് മുൻകാലങ്ങളിലും CPM ചെയ്തിട്ടുള്ളതാണ്. സോളാർ കേസിലായിക്കൊള്ളട്ടെ, സൂര്യനെല്ലി കേസിലായിക്കൊള്ളട്ടെ, ഇതെല്ലാം തന്നെ ഈ ഇലക്ഷൻ അടുക്കുന്ന അതായത് ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാകുമ്പോൾ ബോധപൂർവം ഈ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കുവാൻ വേണ്ടി താങ്കൾ നമ്മളുടെ ഈ ചർച്ചാ വിഷയത്തിലേക്ക് വരിക പോലും ചെയ്യാത്തത് കൊണ്ടാണ്, മീൻസ് അതിലേക്ക് നമ്മൾ എന്താണ് കോൺഗ്രസിനുള്ളിൽ ഇത് ഉണ്ടാക്കുന്ന റിഫ്റ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പക്ഷെ താങ്കൾ അതിലേക്ക് വരുന്നില്ല, മറ്റ് പരാതികളിലേക്ക് പോകുന്നത് കൊണ്ടാണ് വീണ്ടും ഇടപെടുന്നത്. നോക്കൂ, ഇത് ഇങ്ങനെ കെട്ടിച്ചമച്ച ഒരു വാർത്തയാണ് എങ്കിൽ, അല്ലെങ്കിൽ ഒരു സംഭവമാണ് എങ്കിൽ, കോൺഗ്രസിനുള്ളിൽ നിൽക്കുന്നവർ എന്തുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നൊരു ആവശ്യം ഉന്നയിക്കുന്നു, ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നു. ഈ എടുത്ത നടപടികൾ മതിയായതാണ്, അതിൽ നിന്ന് ഒരു ഇഞ്ച് പിന്നോട്ടില്ല എന്ന നിലപാട് എന്തുകൊണ്ട് എടുക്കുന്നു? VD സതീശനും രമേശ് ചെന്നിത്തലയും ആ നിലപാടിൽ എന്തുകൊണ്ട് ഉറച്ചു നിൽക്കുന്നു? ഞാൻ വളരെ സ്പെസിഫിക് ആയി തന്നെ താങ്കളോട് ചോദിക്കുന്നു. നോക്കൂ, ഒരു പാർട്ടി സുചിന്തിതമായി ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാ നേതാക്കളും അതിനോട് യോജിച്ചിട്ടുണ്ട്. എല്ലാ നേതാക്കളുടെയും അഭിപ്രായം ആരാഞ്ഞതിന് ശേഷമാണ് അത്തരത്തിൽ സുചിന്തിതമായ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാനും മനസ്സിലാക്കുന്നത്. നോക്കൂ, ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് ഈ രാഹുൽ മാങ്കൂട്ടം ദീർഘകാലം യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചപ്പോൾ അതിൽ ചിലരൊക്കെ അദ്ദേഹത്തിന് അനുഭാവം പുലർത്തുന്നുണ്ടാകും. പക്ഷേ പാർട്ടി സ്വീകരിച്ചിട്ടുള്ള നിലപാടിനോട് വിഭിന്നമായി ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതാനാവില്ല. അത് രാഷ്ട്രീയ എതിരാളികൾ അതിനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിന് ഉള്ളിൽ വലിയ പടലപിടക്കമാണ്, രാഷ്ട്രീയ ഗ്രൂപ്പ് വഴക്കാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചിട്ട് പൊതുജനങ്ങളെ അകറ്റി നിർത്തുവാനോ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളുടെ ഭാഗമാണ്. അത് യാഥാർത്ഥ്യവുമായി ഒരു കുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് അത്തരത്തിലുള്ള വാർത്തകളിലൂടെ വെളിവാകുന്നത്. രേണുക, ശരി, എന്തായാലും ഇതിൽ പിന്നോട്ട് പോകേണ്ടി വന്ന നേതാക്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഭയപ്പെടുത്തിയിട്ടുണ്ടാകാം, ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകാം എന്ന കാര്യമാണ് ഇന്ന് പത്മജ വേണുഗോപാൽ ഈ വാർത്തയോട് പ്രതികരിക്കുമ്പോൾ ഞങ്ങളോട് സൂചിപ്പിച്ചത്. പത്മജ വേണുഗോപാൽ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ കോൺഗ്രസിന്റെ ഉള്ളുകളികൾ എന്താണ് എന്ന് മനസ്സിലാകും. മാത്രമല്ല ഷാഫി പറമ്പിലൊക്കെ നേരത്തെ തന്നെ പത്മജ വേണുഗോപാൽ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ AK ഷാനിബ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ഷാനിബ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ AK ഷാനിബ്, DYFI പ്രതിനിധിയായാണ് താങ്കൾ ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിലും ചില കാര്യങ്ങളിൽ മനം മടുത്താണല്ലോ താങ്കൾക്ക് കോൺഗ്രസുമായുള്ള ബന്ധം അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇപ്പോൾ നോക്കൂ, ഈ വിഷയത്തിലെടുത്ത നിലപാടുകളും നടപടികളും ഒക്കെ റദ്ദാക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അവിടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിൽ ഒരു ഗ്രൂപ്പ് യുദ്ധം, പ്രത്യേക ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും അത് വലിയ ഏറ്റുമുട്ടലുകളിലേക്ക് എത്തുകയും ചെയ്യുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ എന്ന് പറയുകയാണ്. സ്വയം തമ്മിൽ തല്ലി ഇല്ലാണ്ടാകുമോ
രാഹുലിനെ ചൊല്ലി നേതാക്കന്മാർ? അല്ല, ഇതിനകത്ത് ഇപ്പൊ അവരുടെ പാർട്ടിക്കകത്തുള്ള ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ചൊന്നും ഞാൻ ഇപ്പോ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമില്ല. അപ്പൊ മുൻകാല അനുഭവങ്ങൾ എന്റെ മാത്രമല്ലല്ലോ, അതൊക്കെ മാധ്യമങ്ങളും പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് പോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആരൊക്കെ എന്തൊക്കെ നിലപാട് സ്വീകരിക്കും, അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത് തന്നെ അതിനകത്തുള്ള ഗ്രൂപ്പ് പടലപ്പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അതുവരെ മറച്ചു പിടിച്ച ആളുകൾ കളം മാറി ചവിട്ടുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നുള്ളതൊക്കെയാണ്. അതൊക്കെ അതിന്റെ അകത്ത് ആഭ്യന്തര കാര്യങ്ങളാണ്. ഞാൻ ആദ്യം മുതൽ ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള ഒരു നിലപാടെന്ന് പറയുന്നത് വളരെയധികം ഒരു സംഭവങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് കുറെ പെൺകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ആര് ഈ ഇരയോടൊപ്പം മാറി നിൽക്കുന്നു, വേട്ടക്കാരനോടൊപ്പം മാറി നിൽക്കുന്നു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അത് ആ പാർട്ടിക്കകത്തുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഇത്തരം കാര്യങ്ങളിലൊക്കെ ജനങ്ങൾ ഇതെല്ലാം നോക്കിക്കാണുന്നുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത് നല്ലതാണ്. എന്റെ ഒരു ഉറച്ച ബോധ്യം എന്ന് പറയുന്നത് ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഏതാനും ചില ആളുകൾ, ഷാഫി പറമ്പിൽ ആൻഡ് ഫാൻസ് അസോസിയേഷൻ അല്ലാതെ വേറെ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഇയാൾക്ക് പിന്തുണയുമായിട്ട് നമ്മൾ ഇപ്പൊ അഭിപ്രായമൊക്കെ രേഖപ്പെടുത്തുമ്പോൾ ഇപ്പൊ അടൂർ പ്രകാശ് ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി, MM ഹസൻ ചില അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി എന്നതൊഴിച്ചാൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനത്തെ സ്വാധീനിക്കാൻ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു ഇവരെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമേ നമുക്കൊരു അഭിപ്രായം പുറത്തുനിന്ന് പറയാൻ കഴിയുള്ളൂ. എന്തായിരുന്നാലും ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മാധ്യമ പ്രവർത്തക തന്നെ ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് വരുത്തി തീർക്കാൻ ചിലർ ശ്രമിച്ചപ്പോൾ ഒരു മാധ്യമ പ്രവർത്തക തന്നെ ഞാൻ അവരെ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും അത്തരം സംഭവങ്ങൾ പുറത്ത് പറയാൻ കഴിയാത്ത വിധം അവർ ട്രോമയിലാണെന്നും ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കുന്നുണ്ടെന്നും അബോർഷൻ നടന്നിട്ടുണ്ടെന്നും എല്ലാ കാര്യങ്ങളും കണ്ടു എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തക തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത്തരം വിഷയങ്ങളെ പോലും ഇവരുടെ ഗ്രൂപ്പ് വഴക്കിനും താല്പര്യങ്ങൾക്കും വേണ്ടി അവർ ഉപയോഗിക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഈ വിഷയത്തിന്റെ ഗൗരവം നമുക്ക് ഒരിക്കലും ചോർന്നു പോകാൻ പാടില്ല. കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കുന്നത് വരെ ആ വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് നിയമപരമായ നടപടികളിലേക്ക് കൂടി സർക്കാർ കടക്കുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. അതിനെ ഇല്ലാതാക്കുന്ന തരത്തിൽ ഈ പാർട്ടിക്കകത്തെ ഗ്രൂപ്പ് വഴക്കുമായി ബന്ധപ്പെടുത്തി ഈ വിഷയത്തെ ചർച്ച ചെയ്യുന്നതിനോട് പോലും എനിക്ക് യോജിക്കാനാവുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസിനകത്ത് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് ഇഷ്ടമുള്ള നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വിഭാഗം ഇറങ്ങും. ആ നേതാവിനു പഴയ ഏതെങ്കിലും ഒരു വൈരാഗ്യം വെച്ചിട്ട് എന്നാൽ ഇയാളെ സംരക്ഷിച്ചു കളയാം അല്ലെങ്കിൽ അയാളെ തീർത്ത് കളയാമെന്ന് തീരുമാനിക്കുന്ന സാഹചര്യങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. വിഷയത്തിൽ മറ്റേത് വിഷയത്തെക്കാളും കൂടുതൽ ഈ പറയുന്ന വേട്ടക്കാരനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ എണ്ണം അത് പരസ്യമായി ഇപ്പോ ഉമാ തോമസ് MLA പരസ്യമായി പറയുന്നു, മറ്റു പല നേതാക്കളും പരസ്യമായി നടപടി എടുക്കണം എന്ന് പറയുന്നു. ഇന്നും ചില പ്രതികരണങ്ങളൊക്കെ കണ്ടു. അപ്പൊ അത് മറ്റു പല വിഷയങ്ങളെയും പോലെയല്ല, ഈ വിഷയത്തിൽ ഗ്രൂപ്പിന് അതീതമായി തന്നെ വേട്ടക്കാരനെതിരെയുള്ള ഒരു നിലപാട് ആ പാർട്ടിയിലും ഉയർന്നു വരുന്നുണ്ട് എന്നാണ് ആ പാർട്ടിയിൽ ഇല്ലാത്ത ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. ശരി, ഗ്രൂപ്പിന് അതീതമായി തന്നെ അത്തരം ഒരു നിലപാടുണ്ട് എന്ന കാര്യം സൂചിപ്പിക്കുകയാണ്. വളരെ നന്ദി ശ്രീ AK ഷാനിബ് ഈ അവസരത്തിൽ ഞങ്ങളോട് സഹകരിച്ചതിന്. ശ്രീ ഷാബ് പ്രസാദിലേക്ക്. ശ്രീ ഷാബ് പ്രസാദ്, BJP വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയതാണ്. ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ ഉണ്ടാകുന്ന ഇത്തരം അന്തഛിദ്രങ്ങൾ പ്രതിപക്ഷ പാർട്ടികളുടെ ഇതിനെതിരായ നിലപാടുകളെ സ്വാധീനിക്കുമോ? അങ്ങനെ കൂടി ഇത് മയപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമോ? അതോ ഇനി സഭാ സമ്മേളനമൊക്കെ വരുമ്പോൾ കൂടുതൽ ഊർജ്ജത്തോടു കൂടി തന്നെ പ്രതിപക്ഷ പാർട്ടികൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കൂടി ഈ വിഷയം ഏറ്റെടുക്കുന്ന സാഹചര്യമാകുമോ ഉണ്ടാകാൻ പോകുന്നത്? അതായത് പ്രതിപക്ഷ പാർട്ടികൾ എന്തിനാണ് ഈ വിഷയം ഏറ്റെടുക്കുന്നത്, ഇങ്ങനെ ഒരു വിഷയം ഏറ്റെടുക്കുന്നത് എന്തിനാണ്? കോൺഗ്രസിനെ പരമാവധി തളർത്തുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ്. ഒരു ശത്രുവാണ്, എതിരാളിയെതിരെ കിട്ടാവുന്ന ഏറ്റവും നല്ല ആയുധം പരമാവധി നന്നായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് ആ പണി നല്ല വൃത്തിയായിട്ട്
കോൺഗ്രസ് തന്നെ ചെയ്യുന്നുണ്ടല്ലോ. കോൺഗ്രസിന്റെ ഉള്ളിലെ നേതാക്കന്മാർ തന്നെ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ട എല്ലാ പണിയും നല്ല വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ സത്യത്തിൽ ഇവിടെ BJPയുടെയും CPMന്റെയും ഒക്കെ പണി കുറഞ്ഞിരിക്കുകയാണ്. അവരൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അല്ലാതെ തന്നെ കോൺഗ്രസിന്റെ ഉള്ളിലെ ആ അന്തഛിദ്രം പൂർണ്ണമായി ഈ വിഷയത്തിന്റെ പേരിൽ പുറത്തു വന്ന് ആ പാർട്ടിയെ അടിമുടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇത് പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ രേണുകയെന്ന് ആലോചിച്ച് നോക്കും, ഇപ്പൊ 2 ആഴ്ചക്ക് മേലിലായി ഈ വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു വിഷയം ഈ 2 ആഴ്ച തുടർച്ചയായി മാധ്യമങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ? സാമൂഹ്യ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചത് ഈ കോൺഗ്രസിന്റെ പിടിപ്പുകേടും അവരുടെ ഉള്ളിലെ ആ റിഫ്റ്റും, രേണുകയുടെ കൃത്യമായി സൂചിപ്പിച്ച അവരുടെ റിഫ്റ്റും പടലപ്പിണക്കങ്ങളും ചേരിപ്പോരും എല്ലാമാണ്. ഇത് പബ്ലിക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, അതായത് കേരളം, ഈ പാർട്ടിയെ എങ്ങനെ വിശ്വസിക്കും? ഈ പാർട്ടി മുഴുവനും അടിമുടി ഫ്രോഡാണ് എന്ന ആ ഒരു ഇമേജ് ഈ പൊതുജനങ്ങളിലേക്ക് പടർന്നു കഴിഞ്ഞു. കോൺഗ്രസിന്റെ അണികൾക്ക്, കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇതിങ്ങനെ ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആർ മുന്നിൽ എന്നുള്ള നിലയില് ഈ കോൺഗ്രസിന്റെ നേതൃത്വം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും, ഇന്ന് ഈ അടൂർ പ്രകാശൊക്കെ എന്തെല്ലാം കിടന്ന് പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കുന്നു. എന്തെങ്കിലും എത്ര എക്സ്പീരിയൻസ് ഉള്ള, പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു മനുഷ്യനാണെങ്കിൽ, എന്തെങ്കിലും ഒരു സാധാരണക്കാരന്റെ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇമാതിരി വർത്തമാനം പറയും. ഒന്ന് ആലോചിച്ച് നോക്ക്. അത് സ്വാഭാവികമായിട്ട് പ്രതിപക്ഷ കക്ഷികൾക്ക് ഇതിൽ കൂടുതൽ സന്തോഷത്തിന് എന്താണ് വകയുള്ളത്? സത്യത്തിൽ ഇത് ഏറ്റെടുത്ത് തെരുവിലേക്കൊന്നും അവർക്ക് പോകേണ്ട കാര്യമില്ല. കാര്യം അത് നല്ല ഗംഭീരമായിട്ട് കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രതിപക്ഷം ഇത് മുതലെടുക്കും എന്നുള്ള കാര്യത്തിൽ ഇത്ര സംശയം. അത് ചെയ്യണ്ടേ? ഇതിപ്പം CPMനെതിരെ കിട്ടുന്ന എന്തെല്ലാം ആയുധങ്ങളുണ്ട് സത്യത്തിൽ ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ. ഇപ്പം കോൺഗ്രസിന്റെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. CPMനെതിരെയും ഈ നിലവിലുള്ള 10 വർഷം ഭരിച്ച ഒരു സർക്കാരിനെതിരെ എന്തെല്ലാം ഉണ്ട്. എന്തെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ഉപയോഗിക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്? ഇതുപോലെ കഴിവുകെട്ട ഒരു പ്രതിപക്ഷം ഇന്ന് വരെ, ഞാൻ ആലോചിക്കുകയാണ്, ഇനി എല്ലാ പൊളിറ്റിക്കൽ ഡിഫറൻസും മാറ്റി നിർത്തി ഞാൻ ആലോചിക്കുകയാണ്, കരുണാകരനൊക്കെ ആയിരുന്നെങ്കിൽ എങ്ങനെ ഈ വിഷയം കൈകാര്യം ചെയ്യുമായിരുന്നു, ഇതുപോലൊരു സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്നുള്ളത് കോൺഗ്രസ്സുകാരൊക്കെ ഒന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കണം. എന്തായിരുന്നു ആ അവസ്ഥ എന്നുള്ളത്. ഒരു ഇത്ര 10 വർഷം തുടർച്ചയായിട്ട് ഭരിച്ച ഒരു സർക്കാരിന്റെ എതിരെ പറയാൻ 100 കണക്കിന് കാരണങ്ങളും ഇഷ്ടം പോലെ ഉള്ളപ്പം ഇതുപോലെ കുഞ്ഞിരാമന്മാരായിട്ടുള്ള കുറച്ച് നേതാക്കന്മാർ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത്. സത്യത്തിൽ 3ാം ടൈമിലേക്ക് LDF സർക്കാരിനെ ഇവർ തളികയിൽ വെച്ച് കൊടുക്കുകയാണ് അവരുടെ LDF സർക്കാർ. അതാണ് ശ്രീ ഷാഹു പ്രസാദിന്റെ കണക്കുകൂട്ടൽ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, ആരായിരിക്കും ഇപ്പോഴത്തെ ഈ കളികൾക്ക് വലിയ വില നൽകേണ്ടി വരുന്നത് എന്ന ചോദ്യമാണ് പ്രമുഖമായും ഇവിടെ ഉയരുന്നത്. ഇപ്പോൾ ഷാഹു പ്രസാദ് പറഞ്ഞു വെച്ചത് നോക്കുകയാണെങ്കിൽ ആ വില നൽകേണ്ടി വരുന്നത് ആരായിരിക്കും? ഏതെങ്കിലും തരത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെയുള്ള ഈ വിഷയം പോലും ഗ്രൂപ്പ് പോരിന് ഇടയാക്കുമ്പോൾ അതിൽ ഗുണഭോക്താവാകാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ടോ? സ്വാഭാവികമായിട്ടും പ്രധാനപ്പെട്ട പ്രതിപക്ഷ മുന്നണിയുടെ അല്ലെങ്കിൽ UDFിലെ പ്രധാനപ്പെട്ട കക്ഷിയായ നേതൃത്വം നൽകുന്ന കക്ഷിയിലുണ്ടാകുന്ന ഏത് ആഭ്യന്തര പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ പടലപിണക്കങ്ങൾ, റിഫ്റ്റ് എല്ലാം ഭരണപക്ഷത്തെ സഹായിക്കും എന്നുള്ളതിന് അത് പറയാൻ ഒരുപാട് സെൻസ് ഒന്നും വേണ്ടല്ലോ. അങ്ങനെയാണല്ലോ സംഭവിക്കുക. അതായത് ഇപ്പുറത്ത് അതിശക്തമായി നിൽക്കുന്ന ഒരു മുന്നണി എന്ന് പറഞ്ഞാൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സിറ്റിംഗ് സീറ്റുകളാണെന്നൊക്കെ പറയാം എങ്കിൽ പോലും ഒരെണ്ണം നിലമ്പൂർ സിറ്റിംഗ് സീറ്റും അല്ല, അതടക്കം എല്ലാ സീറ്റുകളിലും വിജയം ഉറപ്പിച്ചു. അതും ഗംഭീര മാർജിനിൽ വിജയം ഉറപ്പിച്ച് ഇടതുപക്ഷത്തിന് വല്ലാത്ത ഒരു ആത്മവിശ്വാസ ഇല്ലായ്മയിലേക്ക് തള്ളിയിട്ട, അല്ലെങ്കിൽ അവരുടെ ആത്മധൈര്യമൊക്കെ തകർത്ത് കളഞ്ഞ ഈവൻ ചേലക്കര പോലും അവരുടെ ഭൂരിപക്ഷത്തെ 12,000-ലേക്ക് 39,000-ൽ നിന്ന് 12,000-ലേക്ക് താഴ്ത്തിയ UDFനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തീർച്ചയായും ജോർജ് പൊടിപ്പാറ, അത് തന്നെയാണ് ഞാൻ സൂചിപ്പിച്ചത്. അവിടെയൊക്കെ നമ്മൾ കണ്ട ഒരു ത്രയമുണ്ടല്ലോ. VD സതീശൻ, ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ ത്രയം. ആ ത്രയം
ഇല്ലാണ്ടാകുന്നു എന്ന സൂചനകൾ കൂടിയാണ് വരുന്നത്. അത് ആർക്ക് ഗുണം ചെയ്യും എന്നതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ആരായിരിക്കും അതിന് വില നൽകേണ്ടി വരുന്നത്? ഇതിനകത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ മാത്രമേ ഈ ബലമൊക്കെ ഉള്ളൂ. ഇപ്പൊ രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി നിന്നുകൊണ്ട് പ്രചരണ രംഗത്തെ ഏറ്റവും എന്താ പറയാ ശക്തമായ ഒരു സ്വരവും അതുപോലെ തന്നെ ഒരു മുഖവുമായി മാറുമ്പോൾ ആ മാറ്റം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാകുന്നതിന് മുമ്പ് കേരളത്തിൽ കോൺഗ്രസ് ഇല്ലായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനാവുന്നതിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് ഇല്ലായിരുന്നു. ഒരാളും ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ അനിവാര്യമൊന്നുമല്ല. ഇപ്പൊ ഷാബു പ്രസാദ് കരുണാകരനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങനെ കൈകാര്യം. ഞാൻ ചോദിക്കട്ടെ, ഷാബു പ്രസാദ് കെ കരുണാകരൻ എന്ന് പറയുന്ന ആ ലീഡറുടെ ആ ലീഡർഷിപ്പ് ക്വാളിറ്റി എല്ലാം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അദ്ദേഹത്തിന് 2 തവണ രാജിവെക്കേണ്ടിയിരുന്നില്ലേ? രാജൻ കേസ് ഉണ്ടായപ്പോഴും അതുപോലെ തന്നെ പിന്നീട് ഈ പറഞ്ഞ രീതിയിൽ ആ മറ്റേ എന്താ പറയാ ചാരക്കേസ് ഉണ്ടായപ്പോഴും അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു? അദ്ദേഹത്തിന് വെച്ചൊഴിയേണ്ടി വന്നില്ലേ? അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഗുരുതരമായ ആരോപണങ്ങൾ വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് എത്ര കരുത്തനായ നേതാവിനും സമൂഹത്തിന്റെ പൊതുവികാരത്തിന് മുമ്പിൽ പാർട്ടിക്കകത്ത് പ്രയോജനപ്പെടുത്താനുള്ള ശ്രമമായിരിക്കുമോ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് കോൺഗ്രസ്സുകാർ ചിന്തിക്കേണ്ട ഒരു കാര്യം, അതായത് രാഹുൽ മാങ്കൂട്ടത്തിലാണോ പാർട്ടിയാണോ പ്രധാനം? പാർട്ടിയുടെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കുന്നതാണോ ഒരു യഥാർത്ഥ പാർട്ടിക്കാരൻ ചെയ്യേണ്ടത്? യഥാർത്ഥ പാർട്ടിക്കാരൻ അടുത്ത 2 തെരഞ്ഞെടുപ്പിന് വേണ്ടി, ഒരു ഭരണമാറ്റത്തിന് വേണ്ടി സകല ശക്തിയും സംഭരിച്ച് ആഞ്ഞടിക്കേണ്ട, പ്രവർത്തിക്കേണ്ട സമയത്ത് ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് അത്രമേൽ പ്രധാനപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല. നമുക്ക് അദ്ദേഹത്തെ സ്നേഹിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അദ്ദേഹം ഈ പാർട്ടിക്ക് ചെയ്ത സംഭാവനകളെ എല്ലാം നന്ദിയോട് ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന്റെ കരുത്തിനെ, സമരവീര്യത്തെ, ഒരു ചാനൽ സംവാദകൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ മികവിനെയൊക്കെ നമ്മൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോഴും അദ്ദേഹം പാർട്ടിക്കൊരു ഭാരമായി മാറുന്നു. അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് കൊണ്ട്, അദ്ദേഹത്തിന്റെ അവിവേകം കൊണ്ട് അദ്ദേഹം പാർട്ടിയെ വലിയ വിഷമവൃത്തത്തിലേക്ക്, വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിയിടുമ്പോൾ നമ്മൾ സാധാരണഗതിയിൽ എന്താ ചെയ്യുക? ഏത് കായ്ക്കുന്ന മരമാണെങ്കിലും പെരയ്ക്കും ഇതിലേക്ക് വളർന്നാൽ ആ കായ്ക്കുന്ന മരം നമ്മൾ വെട്ടി മാറ്റില്ലേ? ഇവിടെയും അത് തന്നെയാണ് പാർട്ടി ചെയ്യേണ്ടത്. പാർട്ടിയുടെ മുമ്പിലുള്ളത്. പക്ഷെ അതിനെതിരെ സംസാരിക്കുന്നവരുടെ ലക്ഷ്യം എന്താണ് എന്നതാണല്ലോ ശ്രീ ജോർജ് പൊടിപ്പാറ നമ്മളുടെ ചോദ്യം. MM ഹസനെ പോലെയുള്ളവരൊക്കെ ഈ ഗ്രൂപ്പ് നോക്കിക്കൊണ്ട് അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ നമുക്ക് ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിനകത്ത് അങ്ങനെ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന, പുര കത്തുമ്പോൾ വാഴ വെട്ടുന്ന അല്ലെങ്കിൽ കഴുക്കോലൂരുന്ന ആളുകൾ ധാരാളം ഉണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ ആളുകളൊന്നും അല്ല കേരളത്തിലെ കോൺഗ്രസിനെ സ്നേഹിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത്. അവരൊന്നും അല്ല കോൺഗ്രസിനെ നയിക്കുന്നത്. അവരുടെ ഒരു മികവുകൊണ്ടൊന്നും അല്ല കേരളത്തിൽ കോൺഗ്രസ് ഏതെങ്കിലും സീറ്റുകളിൽ ജയിക്കുന്നുണ്ടെങ്കിൽ ജയിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയില്ല. അപ്പൊ അതുകൊണ്ട് അവർക്ക് പലപ്പോഴും പറയേണ്ടി വരും, ഞങ്ങളിവിടെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി കിട്ടുന്ന ഒരു അവസരം മുതലാക്കിക്കൊണ്ട് പറയുന്നത്. നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് 30 സെക്കൻഡ് മാത്രമാണ് അവസാനിക്കുന്നത്. ജനമെല്ലാം കാണുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമല്ല ഓഡിറ്റ് ചെയ്യപ്പെടുക, രാഹുലിനോട് സ്വീകരിക്കുന്ന സമീപനവും ഓഡിറ്റ് ചെയ്യപ്പെടും. നോക്കൂ രേണുക, കോൺഗ്രസിൽ അനൈക്യമുണ്ടെന്നോ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നോ ഒക്കെ അങ്ങനെ വിചാരിച്ച് പായസം ഉണ്ണുന്നവർ അങ്ങനെ നിന്നുകൊള്ളട്ടെ. കോൺഗ്രസിൽ അങ്ങേയറ്റം ശക്തമായ ഒരു പ്രസ്ഥാനമായി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിനെതിരെ വിരൽ ചൂണ്ടുവാൻ കേന്ദ്രം ഭരിക്കുന്ന BJPക്കോ സംസ്ഥാനം ഭരിക്കുന്ന LDFനോ എന്ത് ധാർമ്മിക അവകാശമാണുള്ളത്? ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. കേരളം ജനങ്ങളുടെ പാർട്ടിയാണ്. 1.25 നൂറ്റാണ്ട് പാരമ്പര്യമുള്ള ഇന്റർനാഷണൽ കോൺഗ്രസിലെ ഒരു നേതാവ് മാത്രമല്ല ഈ പ്രസ്ഥാനത്തെ നയിച്ചത്. നേതാക്കളുടെ ഒരു ബാഹുല്യമുണ്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടുകൊണ്ടല്ല ഈ പ്രസ്ഥാനം നിൽക്കുന്നത്. ഉത്തരവാദിത്വമുണ്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനമാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിലോ അല്ലെങ്കിൽ തെറ്റു ചെയ്യുന്നവരെ സംരക്ഷിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്. ശരി, സാങ്കേതിക പ്രശ്നമാണ് എന്ന് തോന്നുന്നു. എന്തായാലും നടപടിയും പിന്നെ ഉണ്ടായിട്ടുള്ള ഈ മെഴുകലും അതും ജനം കാണുന്നുണ്ട്. അവർ തന്നെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് നമുക്ക് നോക്കിക്കാണാം. ആ കാര്യങ്ങളൊക്കെ വളരെ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് at 9 കാണാം. നമസ്കാരം.